വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതികീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതികീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. അന്നാം പെസഹാനാൾ ഓർമ്മയിലുണരാം, കൊണ്ടാടാം പാവനം ബലിയേകിടാം. അന്നാം പെസഹാനാൾ ഓർമ്മയിലുണരാം, കൊണ്ടാടാം പാവനം ബലിയേകിടാം. ഹൃദയത്തിൻ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായിത്തീരാൻ ബലിയർപ്പിക്കാം. ഹൃദയത്തിൻ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായിത്തീരാൻ ബലിയർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരും, രക്ഷാകാല ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെയാണ് ഇന്ന് സഭ അനുസ്മരിക്കുക. പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നത് വളരെ വ്യക്തമായിട്ട് പ്രകടമാവുകയാണ് ആ സന്ദർശനത്തിലൂടെ. എലിസബത്തിനും പരിശുദ്ധാമ്മയ്ക്ക് ലഭിച്ച വലിയ ദാനങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ നദിയോടെ നിലനിന്നുകൊണ്ട് അനുസ്മരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ധാരാളം ദാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ അവ അനുസ്മരിക്കുവാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്കും പരിശ്രമിക്കും. സെഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിലുള്ളതാണ് ഒന്നാമത്തെ വായന. സിയോൻ പുത്രി ആഹ്ലാദിക്കുക എന്നാണ് ഒന്നാമത്തെ വായന പറയുന്നത്. ഇനിമേൽ ദുഃഖമൊക്കെ മാറ്റി സന്തോഷിച്ച് മുന്നോട്ട് പോകുവാനായിട്ടൊരു ആഹ്വാനം. നന്ദിയുടെ ഹൃദയത്തിന് എപ്പോഴും സന്തോഷമുണ്ടാകും. ദൈവസന്നിധിയിൽ സന്തോഷനിർഭരായി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സുവിശേഷത്തിലും പരിശുദ്ധമ്മയും എലിസബത്തും ദൈവത്തെ സ്തുതിക്കുന്നതും അവർക്ക് ലഭ്യമായ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ ഓർക്കുവാനും അങ്ങനെ നന്ദിയുടേതായ ഒരു ഹൃദയത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് സർവശക്തിയോട് പ്രാർത്ഥിക്കും. ഇന്നത്തെ ദൈവബലിയിൽ നമുക്ക് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരി നിർമ്മലയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. 9ാം ചരമവാർഷികം അനുസ്മരിക്കുന്ന ആ സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായും അവരുടെ കുടുംബാംഗങ്ങളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരണവാനായ കർത്താവ് അവരുടെ ദൈവരാജ്യത്തെ സ്വീകരിച്ചുകൊണ്ട് ആ കുടുംബത്തിനൊരു സ്വർഗീയ മധ്യസ്ഥയെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരൻ പത്രോസാന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്നും അദ്ദേഹത്തെയും ദൈവരാജ്യത്തെ സ്വീകരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഒരു സ്വർഗീയ മധ്യസ്ഥന നൽകട്ടെ എന്നും പ്രാർത്ഥിച്ച ഈ ബലി നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കായിട്ട് വരും. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഇത് പറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിച്ചാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ എല്ലാ മാലാഖമാരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത്
നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവം, മർത്യരുടെ ജീവനും വിശുദ്ധരുടെ ആനന്ദവുമാകാണല്ലോ. അങ്ങേ ദാസിയായ നമ്മിലെയും ദാസനായ പത്രോസിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കും. നശ്വര ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അനശ്വര മഹിമ അങ്ങേ രാജ്യം അവർ പ്രാപിക്കുമാറാണ്. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുടെ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ആമേൻ. സെഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. സിയോൻ പുത്രേ, ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക. ജെറുസലേം പുത്രേ, പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവദിനത്തിലെന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം മുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. കർത്താവിന് സ്തുതി പാടുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച കന്യകാമറിയമേ, നീ ഭാഗ്യവതി. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര തുടങ്ങി. അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ചു എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി.
എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവളിൽ ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചേർന്നു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷം. അവിടെ തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ടഭങ്ങൾ കൊണ്ട് സംതൃപ്തരായി. സമ്പന്നരെ വെറുകയോട് പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടെ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരെ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിന്റെ സുവിശേഷം. സഹോദരനെയും നിങ്ങളുടെയും സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ, അങ്ങേ ദാസന്മാരെയും ദാസൻ പത്രോസിനും ക്രിസ്തുവിൽ പ്രാപിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകൾ കഴിവോടെ സ്വീകരിക്കും. നിസ്തുലമായ വെല്ലുവിളി മരണബന്ധനങ്ങളിൽ നിന്ന് മോചനമായി നിത്യജീവനോട് അർഹരാകുമാറാണ്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം,
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുന്ന് ലോകത്തിന്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉദ്ധാനവുമാണ്. പരാക്രമങ്ങളെ തിരുസനത്തിൽ ജ്ഞാനത്തിൽ ആറാടി ആരാധിക്കുന്നു. അവരുടെ കാലത്തോട് ഞങ്ങൾ എളിയ സ്വരവും ചേരുവാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം ആലപിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം പിണ്ടനവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിനൊരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്നത് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഇത്തരങ്ങൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഇവ അങ്ങേ ദിവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് വെച്ചിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ അത്താഴം കഴിയും പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സദാരോഗ്യവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലിക്ക് കൺപാർക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപുഷ്ടരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂർണരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കട്ടെ. വിശേഷാദ മാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥരായ തിരുക്കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലൂടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ പദാധ്യക്ഷനായ മെത്രാൻ പദവിയുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്തി ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ അങ്ങേ തിരുവനന്തപുരം അങ്ങ് തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരണവാനായ പിതാവ്, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കും. ഞങ്ങളുടെ പ്രതിയടന്ന സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിന്റെ മേൽ വർഷിക്കും. ക്രിസ്തുവിനോട് കൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദിവ്യോപദേശത്താൽ നിർവഹിക്കുന്നതിന് നിർഭയം നമുക്ക് സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള പാടിയുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം പരിവാർ നൽകേണ്ടത് അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകരായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിന് മോചനാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഞങ്ങളെ അപ്പോസ്തലന്മാർ അറിയിച്ചത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും
അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കണ്ടാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയും. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ പാപം നീക്കുന്നു. ദൈവത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ചരിച്ചാൽ മാത്രം മതി, എൻ്റെ അവസരം പ്രാപിക്കും. ദിവ്യകാരുണ്യമേ, ഹൃദയാനന്ദമേ, ദിവ്യകുദാശയാൽ എന്നിലറിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃദയാനന്ദമേ, ദിവ്യകുദാശയാൽ എന്നിലറിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയാൽ പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരാൽ നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥാ, നിത്യം ആരാധന സ്തുതിനാഥാ. സ്നേഹം ഓരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപ്പാറേൽപ്പിക്കാം. സ്നേഹം ഓരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപ്പാറേൽപ്പിക്കാം. ദിവ്യ സൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം, ദിവ്യ സൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം.
സൗഭാഗ്യമേ പൂർണ്ണമായി നിന്റേത് മാറ്റൂ. അരിപ്പിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകുദാശയിൽ സന്നിധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എൻ്റെ സന്നിധനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയുടെ നഗരം എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, ദൈവീക രഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യരഹസ്യങ്ങളുടെ രക്ഷയിലേക്ക് നയിക്കുകയും അങ്ങേ കാലത്തിനായി യാചിക്കുന്ന അങ്ങേ ദാസരുടെ ആത്മാക്കൾക്ക് പാപമോചനത്തിന് ഉപകരിക്കുകയും ചെയ്യുമാറാണ്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവബലി സമാപിച്ചു പോകുവൻ. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാൻ വരുവിൻ മാനവവൃന്ദമിയാലെ എതിരേൽപ്പാനതി ഓതും. നിന്നെ വിളിച്ചു മിശിഹാനാഥൻ തന്നുടെ സവിധം പോകാം. കൈക്കൊള്ളണമേ രക്ഷകനീശൻ തന്തിരുകൃപയതിനാലേ, തന്തിരുകൃപയതിനാലേ. വരുവിൻ ധന്യവിശുദ്ധന്മാരെ രക്ഷണമിയാർക്കു നൽകാം. വരുവിൻ മാനവവൃന്ദമിയാലെ എതിരേൽപ്പാനതി ഓതും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും ആമേൻ.